കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നടപടികൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉടൻ കുവൈത്തിലെത്തും. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും അനുബന്ധ പരിപാടികളും ഒഴിവാക്കി. തീപിടുത്തത്തിൽ മരിച്ച 11 മലയാളികളിൽ 9 പേരെ തിരിച്ചറിഞ്ഞു. വിവരങ്ങളുമായി അരുൺ പാറാട്ട് ചേരുന്നുണ്ട്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഇതുവരെ 49 ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ 21 ആളുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇത്രയും ആളുകളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ 15 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. 11 പേർ ഇതിൽ മലയാളികളാണ്. ഇതിൽ തന്നെ 9 പേരുടെ വിശദാംശങ്ങളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിൽ 3 ആളുകൾ, അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലുള്ള 3 ആളുകൾ, കാസർഗോഡ് ജില്ലയിലെ 2 പേർ, കോട്ടയം ജില്ലയിലെ ഒരാൾ എന്നിങ്ങനെയാണ് മരണപ്പെട്ടവരുടെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 56 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. ഇതിൽ 20ഓളം ആളുകളെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചുവെന്നും ബാക്കി 30 ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 8 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ആശുപത്രിയിലുള്ളവരിൽ കൂടുതൽ ആളുകളും മലയാളികളാണ് എന്നതാണ് പ്രത്യേകത. ഇതിൽ പൊള്ളലേറ്റവരുണ്ട്, പുക ശ്വസിച്ചതിനെ തുടർന്ന് അസുഖബാധിതരായവരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് വീണുള്ള പ്രശ്നങ്ങൾ ഉണ്ടായവരുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി നൽകിയിരിക്കുന്നത്. എന്തായാലും വിവിധ ഫ്ളാറ്റുകളിലായി 195 ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. താഴത്തെ നിലയിൽ ഒഴികെയുള്ള 6 നിലകളിലായിരുന്നു ഇവരെല്ലാവരും തന്നെ താമസിച്ചിരുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി, കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച 11 മലയാളികളിൽ 9 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 56 പേര് ഇപ്പോഴും ചികിത്സയിലാണ്. 8 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പാറാട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.